മോർണിംഗ് ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ദുമക്ക് കുരുവായിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പം ഇന്ന് വോയിസ് ഓവർ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:17 എനിക്ക് 8 മണിയാകുമ്പം ട്യൂഷൻ എത്തണം. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാവാം, ഫ്രഷ് ആവണം, റെഡിയാവണം, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാം. ഗൈസ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈപോഡൊക്കെ ആയിട്ട് വന്നപ്പം സൺ കിസ്. ആദ്യം നമുക്ക് മുടി കെട്ടിയിട്ട് പോയി ഫ്രഷ് ആവണം. ആദ്യം മുടി കെട്ടാം, എന്നിട്ട് പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ വലുതായിട്ടൊന്നുമില്ല. ആദ്യം ഉള്ള ഈ വെള്ളം തുടച്ച് കളയും. അതിൻ്റെ മുകളിലോട്ട് തന്നെ ഈ സൺസ്ക്രീൻ വാരി പൊത്തും. ഇതിൻ്റെ റിവ്യൂ ഇടാറായിട്ടില്ല. ഞാൻ അന്ന് ഓർമ്മയില്ലേ പർപ്പിളിൽ നിന്ന് മേടിച്ചത്. അപ്പം റൂളൊന്നും നോക്കി ഇടാനൊന്നും സമയമില്ല, നമുക്ക് വേഗം പോകണം. ഇപ്പം സമയം 7:36. ഞാൻ വിചാരിച്ച പോലെയല്ല, വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് നല്ല ഡിലേ വന്നു. സോറി ഗൈസ്. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ടു. അടുത്തത് ഇങ്ങനൊരു സാധനം, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഐബ്രോ വരയ്ക്കുന്ന സാധനം. ഇത് ഉമ്മ മേടിച്ചതാണ്, എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഞാനും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പം ഇതേപോലെ ഇങ്ങനെ സ്ട്രോക്ക് വീഴും. അപ്പം ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യത്തില്ല. കണ്ടോ, ഇവിടെ വീണുണ്ടോ? അതേപോലെ ഇപ്പം ഞാൻ നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത് കുറച്ചൊക്കെ വാട്ടർ പ്രൂഫ്. അപ്പോൾ അടുത്ത സാധനം ലിപ് ബാം. ഈ ലിപ് ബാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിടുമ്പോൾ നമുക്ക് വേറെ ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഈ സമയമില്ല, ഡ്രസ്സ് ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ റെഡിയായി. നമ്മൾ വലിയ സംഭവം ചെയ്തില്ല, ഡ്രസ്സ് മാറ്റി. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് എടുക്കാനൊന്നും ടൈമില്ല. പിന്നെ ഒരു വാച്ച് കൂടി ഇട്ടു, പോവാം. പിന്നെ കമ്മലിടുന്നില്ല, കാരണം എൻ്റെ കാത് നല്ല രീതി സീനായിട്ടിരിക്കും. അപ്പം കമ്മലിടാൻ പറ്റത്തില്ല. നമുക്കിനി പോവാം. ഗൈസ്, നമ്മുടെ ട്യൂഷൻ കഴിഞ്ഞു. ട്യൂഷൻ കഴിഞ്ഞു ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഡോണറ്റ് ഉണ്ട്, അതും കഴിക്കണം, ചായയും കുടിക്കണം. ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്ന ഒരു സ്ഥലത്ത് പോകണമെന്ന്. ഞാൻ ഇന്ന് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമെന്നാണ് വിചാരിച്ചത്. പറ്റിയില്ല ഗൈസ്, പറ്റിയില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും എനിക്ക് നോമ്പില്ലെന്ന്. നോമ്പില്ല. ഗൈസ് നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര മാങ്ങ ഉണ്ടെങ്കിലും വഴിയിൽ മാങ്ങാണ്ട് അത് എടുക്കാൻ തോന്നും. ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തിരക്കിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടില്ലായിരുന്നു, നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ മാറ്റി മേടിച്ചു. അപ്പം അതിൻ്റെ ഒരു കാര്യമായിട്ട് നമ്മൾ ഫ്രിഡ്ജ് കടയിൽ വന്നു, നമ്മുടെ പഴയ ഫ്രിഡ്ജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണിപ്പോൾ ഇവിടെ ഡീലിങ്സ് നടന്നുകൊണ്ടിരിക്കുക. ഒട്ടും വയ്യ ഗൈസ്, കുറച്ച് ഉറങ്ങാം. ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പഴേ മതിയായ ഇഷ്ടപ്പെട്ടു. ഇതെന്താണ് ഈ കളറാണ് കഴിവേണ്ട ആവശ്യമില്ലല്ലേ, അഴുക്കാക്കിയാലും അറിയുന്നത്. സൗമി പറഞ്ഞത് അവളൊന്നും എന്ത് കിടന്നാണ്ട ഒരു കളർ പറ്റിയത് കൊണ്ട് കിടന്നു. നിനക്കും എല്ലാം ഒക്കെ അതാണ് ചേരുവുള്ളൂ. അങ്ങനെയുള്ള എന്ന് ഞാൻ ബെഡ്റൂം ശരിയാവും. ഓക്കെ ഗൈസ്, നമ്മളപ്പം സ്കിൻ കെയർ ഒക്കെ ചെയ്തു, കുളിച്ചു. ഞാൻ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ടിടാം. പുതിയൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം സമയം 10 മണിയായി. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കണം, ഉറങ്ങണം. കാരണം നോമ്പില്ല, പീരീഡ്സാണ്. അപ്പം ഫുഡ് കഴിക്കാം, ഉറങ്ങാം. പിന്നെ നമുക്ക് എന്തായാലും രാവിലെ എണീക്കാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെയുള്ള എൻ്റെ ഒരു ഡേ. പിന്നെ രാവിലെ വൈകിട്ടത്തെ കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല, ഫുൾ ഉറക്കമായിരുന്നു. വൈകിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. വീട്ടിലിരിക്കുന്ന ഡേ ഇങ്ങനെ. അപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം.